ഈ വലിയ മൗലാനയുടെ പ്രത്യേകത എന്താ മൂപ്പര് പറഞ്ഞത്? എന്നെപ്പറ്റി നാട്ടുകാരോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ മൗലവിണ്ടല്ലോ നാക്കെടുത്താ ചീത്തേ പറയുള്ളൂ. അപ്പൊ എന്റെ നാട്ടുകാർ അത്ഭുതപ്പെട്ടു, ആ കുട്ടി ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ മൂപ്പര് എല്ലാവരോടും പോയിട്ട് പറയാം, ചീത്ത പറയാ നാക്കെടുത്താ ചീത്തയെ പറയുള്ളൂ. എന്നിട്ട് മൂപ്പര് പറയാണ്, ഈ ചീത്ത പറയുന്ന ശൈലി ഒരു ഇസ്ലാമിക പ്രബോധകന് ചേർന്നതാണെന്ന് എനിക്ക് അഭിപ്രായമല്ലേ. മൂപ്പര് പറയാണ്, എന്താ മാന്യത ചമയുന്ന ആ വാചകം, ഒന്ന് കേട്ടോളൂ. ഈ ചീത്ത പറയുന്ന ശൈലി അതൊരു ഇസ്ലാമിക പ്രബോധന അനുയോജ്യമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കേട്ടോ, ചീത്ത പറയുന്ന ശൈലി ഒരു ഇസ്ലാമിക പ്രബോധകന് അനുയോജ്യമാണ് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. ഇനി ഈ അഭിപ്രായമില്ലാത്ത സാലിഹായ മനുഷ്യന്റെ ആ സാലിഹായ കുറച്ച് ചീത്തകളുണ്ട്, ഒന്ന് കേട്ടോളൂ. മാർക്കറ്റിലെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവർ വഞ്ചകന്മാരല്ലേ, സർവ മുജാഹിദ് പള്ളിയിലെ ഇമാമിയങ്ങളും കടുത്ത വഞ്ചകന്മാരല്ലേ. ഇതുപോലത്തെ കാക്കമാരാകരുത് ഈ അരമൗലൈമാര്. പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. ഇപ്പൊ ചീത്തറിയണ മുജാഹിദിനല്ലോ, ഇപ്പൊ ചീത്തറിയണ ഈ പരിസരങ്ങളിലൊക്കെയുള്ള മുസ്ലിയാക്കന്മാരെയാണ്. ആര് മുസ്ലിം? മൂപ്പര ഗ്രൂപ്പിൽ പെടാത്ത മുസ്ലിയാന്മാരൊക്കെ മൂപ്പര അരമുസ്ലിയാരി എന്നാ പറയുന്നത്. അതെങ്ങനെ അവരെ മൗലവി നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നതല്ലേ? അല്ല, മൂപ്പര് സങ്കടം പറയുന്നുണ്ട്. മുജാഹിദാ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അതാന്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞു കണ്ട് ചൂടാകുന്നുണ്ട്. കേട്ടോളി, പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. പിന്നെ സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ പേരോട് പറഞ്ഞ ശരിയല്ല. പറയുന്ന മുജാഹിദാനെ തർക്കമില്ല, അതെന്റെ സങ്കടം. മുജാഹിദാ പറഞ്ഞ തർക്കമില്ല, വിവരമില്ലാതെ മാമ്പളം വന്നിക്കണോ. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലൈമാരാണ് കേട്ടോ. ഇത്തരം വൃത്തികെട്ടൊരു സാധനം. ഉളുപ്പില്ലേ എന്താ ഇങ്ങനെ കെർദാബായി പോയത്? ഉണ്ടെങ്കിൽ ധൈര്യം കൊണ്ടുപോകണോ. മസീഹുദ് ദജ്ജാല് അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. മൗലവി അതെ ഞാൻ ചോദിച്ചു, എന്തും മാറ്റിലാക്കിയിട്ടാ വന്നത്? കിബിർ, മുനാഫിഖിന്റെ കിബിർ. എന്തൊരു ദജ്ജാല് പഠിച്ചവന് മസീഹുദ് ദജ്ജാൽ ഇയാളിങ്ങായിരിക്കും. ഈ വന്ന മൗലവി മൂക്കിൽ വലിക്കാനുണ്ട്, പുകയിലപ്പൊടി പോലെ മൂക്കിൽ വലിക്കും കേട്ടോ. കൂടിയ എന്നാ എന്താവും? എന്നാ ഒന്നുമില്ല, ഉള്ളിലുള്ളൊക്കെ തുമ്മിയങ്ങ് പോവും. എന്താ സാധനം? താടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റും. താടി വഞ്ചനയല്ലേ ഇത്, കളവല്ലേ ഇത്, കേൾക്കാവല്ലേ ഇത്, വഞ്ചനയല്ലേ ഇത്, കളവല്ലേ ഇത്, കേൾക്കാവല്ലേ ഇത്. കണ്ടോ, ഈ ചീത്ത പറയുന്ന ശൈലി ഒരു ഇസ്ലാമിക പ്രബോധകന് യോജിച്ചതാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്താ അതിനെക്കുറിച്ച് പറയേണ്ടത്? എന്നെ മാത്രമാണോ ചീത്ത പറയുന്നത്? ഇവിടെ വന്നിട്ട് മൂപ്പര് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഈ ആളുകളുടെ സൈക്കോളജി അറിഞ്ഞിട്ട് മൂപ്പര് നമ്മോട് ചോദിക്കുക, കയ്യമുത്തുനീനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ മൂപ്പര് ഇവിടെ ചോദിക്കാണ് ജനങ്ങളെ വികാരളക്കാൻ, പാണക്കാട്ട തങ്ങളുടെ കയ്യമുത്തുന്നതും ഒരു മുശിരിക്കാണെന്നാണോ മൗലവിങ്ങൾ പറയുന്നത്? ഇപ്പൊ പാണക്കാട്ട തങ്ങന്മാരെ കാളാ മൂപ്പരിന്ന് വരുത്തി തീർക്കുക. കാരണം ഉണ്ടല്ലോ, പാണക്കാട്ട തങ്ങളെയും ശിഹാബ് തങ്ങളെയൊക്കെ അനുകൂലിക്കുന്ന ആളുകളെ ഒന്ന് മണിയടിക്കാൻ, ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറയണ ഈ തങ്ങന്മാര്, നിങ്ങൾക്ക് തങ്ങന്മാരെ വല്ല ബഹുമാനമുണ്ടോ? നിങ്ങളെന്താ ശിഹാബിനെ കുറിച്ച് പറഞ്ഞത്? കേട്ടോ, ഹെഡിങ് വായിക്കാം, ശിഹാബ് തങ്ങൾ ഖാലിസ്ഥാനത്തെ അപമാനിക്കരുത്. കേട്ടോ, അതേ ശിഹാബ് തങ്ങളുടെ ഈ ഉയർച്ചയിലും വളർച്ചയുടെയും ഇടയിൽ ഇസ്ലാമിക മതമൂല്യങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 200 ചില്ലാനം മഹല്ലുകളുടെ ഖാളി എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ ചവിട്ടി മെതിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നത് എത്രമാത്രം ഖേദകരമാണ്.